നമസ്കാരം. വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ദിവ്യകാരുണ്യം 3 രോഗങ്ങളുടെ ഔഷധമെന്ന് ഫ്രാൻസിസ് പാപ്പ. മഹാമാരിയുടെ സാമ്പത്തിക ദുരന്തം അകറ്റാൻ ഫ്രാൻസിസ് പാപ്പ ഫണ്ടിന് രൂപം നൽകി. ആവശ്യക്കാരനായ അയൽക്കാരന് വേണ്ടി ഭക്ഷണമൊരുക്കാൻ ഒരു പുതിയ പാചകക്കുറി. ആരാണ് സ്വന്തം പരാജയങ്ങളും അസ്വസ്ഥതകളും വീട്ടിലും പണിസ്ഥലത്തും ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും ഞെട്ടറ്റുപോയ സ്വപ്നങ്ങളും ഓർത്ത് ദുഃഖഭാരം താങ്ങാത്തത്? എന്നാൽ അതിനൊരു മറുമരുന്നുണ്ടെന്നാണ് ഫ്രാൻസിസ് പാപ്പ ഉപദേശിക്കുന്നത്. നമ്മിലെ 3 മുറിവുകളെ ഉണക്കാൻ കഴിയുന്ന ഒറ്റമൂലി. പത്രോസിന്റെ സിംഹാസനത്തിലെ അൾത്താരയിലേക്ക് ഗായക സംഘം ഹൈദാത്തോ ഉൻസിബോ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് നീങ്ങി. അങ്ങ് ഞങ്ങളെ പോഷിപ്പിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദിവ്യകാരുണ്യത്തിൻ്റെ നിറം ദ്യോതിപ്പിക്കുന്ന വെള്ള വസ്ത്രങ്ങളാണ് ഫ്രാൻസിസ് പാപ്പ അണിഞ്ഞിരുന്നത്. മനുഷ്യരാശിയോടുള്ള ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ് ദിവ്യകാരുണ്യമെന്ന് പങ്കെടുത്ത 50ഓളം വരുന്ന ആളുകളോട് പാപ്പ പറഞ്ഞു. അവരെല്ലാം മുഖാവരണം ധരിച്ചിരുന്നു. ദിവ്യകാരുണ്യം 3 രോഗങ്ങൾക്കുള്ള ചികിത്സയാണ്. സ്നേഹനിരസനത്തിൻ്റെ വേദനയാണ് ആദ്യത്തേത്. ഒരുപാട് പേർക്ക് സ്നേഹം ലഭിക്കാത്തതിൻ്റെ ഓർമ്മകളുണ്ട്. സ്നേഹിക്കേണ്ടിയിരുന്നവർ കൈപ്പേറിയ നിരാശ തരുന്നു, ഹൃദയങ്ങളെ അനാഥമാക്കുന്നു. നമുക്ക് ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോയി അതിനെ തിരുത്തണം എന്നുണ്ട്. പക്ഷേ അത് കഴിയില്ല. എന്നാൽ ദൈവത്തിന് ഈ മുറിവുകൾ ഉണക്കാനാകും. ദിവ്യകാരുണ്യം സൗഖ്യപ്പെടുത്തുന്ന 2ാമത്തെ മുറിവ് അപമാനത്താൽ ഉണ്ടാകുന്ന വേദനയാണ്. നാം എപ്പോഴും നമ്മുടെ പരാജയങ്ങൾ, അസ്വസ്ഥതകൾ, വീട്ടിലെയും ജോലിസ്ഥലത്തെയും പ്രശ്നങ്ങൾ, സഫലമാകാത്ത സ്വപ്നങ്ങൾ എന്നിവ ഓർത്തുകൊണ്ടിരിക്കും. പക്ഷേ അവയുടെ ഭാരം നമ്മെ തകർക്കുന്നില്ല. കാരണം തൻ്റെ സ്നേഹത്താൽ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യേശു വളരെ ആഴത്തിൽ സന്നിഹിതമാണ്. അടഞ്ഞ ഓർമ്മകളാണ് അവസാനത്തെ രോഗം. നമ്മെ മറ്റുള്ളവരുടെ സേവനത്തിനായി ഉപയോഗിക്കാൻ ദിവ്യകാരുണ്യത്തിന് കഴിയുന്നുവെന്ന് പാപ്പ വിവരിച്ചു. സ്വസ്ഥമായ ഉദാസീനമായ ജീവിത രീതിയിൽ നിന്നും നമ്മെ ഉയർത്താനും നാം ഭക്ഷണം കഴിക്കാനുള്ള വായ മാത്രമല്ല മറ്റുള്ളവരെ കഴിപ്പിക്കാനുള്ള കൈ കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കാനും ദിവ്യകാരുണ്യത്തിന് കഴിയുന്നു. ദിവ്യബലിക്കൊടുവിൽ പരമ്പരാഗതമായി തെരുവിലൂടെ നടത്താറുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണമില്ലായിരുന്നു. പകരം എല്ലാവരും നിശബ്ദരായി ആരാധനയിൽ പങ്കുകൊണ്ടു. അത് കഴിഞ്ഞ് പാപ്പ താഴ്മയോടെ മാതാവിന്റെ തിരുസ്വരൂപത്തിനു മുന്നിൽ അല്പനേരം പ്രാർത്ഥിച്ചു. ദിവ്യകാരുണ്യ തിരുനാൾ റോമിൽ ആഘോഷപൂർവ്വമല്ല കൊണ്ടാടിയത്. ഇറ്റലിയിൽ ഞായറാഴ്ച ദിവ്യബലികൾ അനുവദിച്ചുവെങ്കിലും വത്തിക്കാൻ ഇനിയും ആൾക്കൂട്ടങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് പച്ചക്കൊടി കാട്ടിയിട്ടില്ല. ദിവ്യകാരുണ്യ തിരുനാളിൻ്റെ ഭാഗമായി അപ്പസ്തോലിക കൊട്ടാരത്തിൻ്റെ ജനാലയിലൂടെ വിശുദ്ധ പത്രോസിൻ്റെ ചത്തുരത്തിൽ കൂടിയിരുന്ന തീർത്ഥാടകരെ പാപ്പ അഭിവാദ്യം ചെയ്തു. ലിബിയയിൽ ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ അക്രമം ശക്തമായതിനാൽ അത് അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം പുതിയ പോംവഴികൾ കണ്ടെത്തണമെന്ന് പാപ്പ അഭ്യർത്ഥിച്ചു. ലിബിയയിലെ ആയിരക്കണക്കിന് കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും ആശ്രയം തേടുന്നവരെയും ആഭ്യന്തരമായി സ്ഥാനഭ്രംശം വന്നവരെയും ഞാൻ ഓർക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനകം തന്നെ ഗുരുതരമായ അവസ്ഥയെ സങ്കീർണമാക്കിയിരിക്കുന്നു. ജനങ്ങൾ ചൂഷണത്തിനും അക്രമത്തിനും എളുപ്പം വിധേയമാകാവുന്ന സ്ഥിതിയിലേക്ക് ഇത് വളർന്നു. അഭയാർത്ഥികൾക്ക് അത്യപകടം നിറഞ്ഞിടമാണ് ലിബിയ. കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യക്കടത്തുകാർ അടിമകളാക്കിയ ജനങ്ങൾ അതീവ ക്രൂരതയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നാം എല്ലാം ഇതിന് ഉത്തരവാദികളാണെന്ന് പാപ്പ പറഞ്ഞത്. സ്ഥിതിഗതിയുടെ ഗൗരവം പരിഗണിക്കുന്നതിൽ നിന്നും ആർക്കും ഒഴിഞ്ഞുമാറാനാവില്ല. കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ആഘോഷവേളയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ 2 ശക്തികളെക്കുറിച്ച് പാപ്പ വിവരിച്ചു. അത്ഭുതത്തിൻ്റെ ശക്തിയും കൂട്ടായ്മയുടെ ശക്തിയും. ദിവ്യകാരുണ്യത്തിൻ്റെ ഇരട്ട ഫലങ്ങളാണത്. ക്രിസ്തുവുമായുള്ള ഐക്യം, അവൻ പോഷിപ്പിക്കുന്നവർ തമ്മിലുള്ള കൂട്ടായ്മ, അത് വളരുകയും നിരന്തരമായി ക്രിസ്ത്യൻ സമൂഹം നവീകൃതമാവുകയും ചെയ്യുന്നു. സഭയാണ് ദിവ്യകാരുണ്യം ഉണ്ടാക്കുന്നത്. എന്നാൽ
അതിലും അടിസ്ഥാനപരമായി ദിവ്യകാരുണ്യം സഭയെ സൃഷ്ടിക്കുന്നു. ദിവ്യകാരുണ്യ രഹസ്യം ആന്തരികമായി മാറാൻ തക്കവിധം കർത്താവിനെ സ്വീകരിക്കലാണെന്ന് പാപ്പ വിവരിച്ചു. അങ്ങനെ ഐക്യത്തിലേക്ക് വളരാൻ, വിഭജനത്തെ അകറ്റാൻ. ആ രാത്രിയിൽ യാക്കോബിനോട് മല്ലിട്ടവൻ, അവനെ മുടന്തനാക്കിയവൻ, അവൻ കഷ്ടതകളിലൂടെ കടന്നുപോകുന്ന ഒരു സാധാരണ മനുഷ്യജീവിയാണെന്ന് ഓർമ്മിപ്പിച്ചു. ആ മല്ലിടലാണ് പ്രാർത്ഥനയെന്ന് പാപ്പ പഠിപ്പിച്ചു. നമ്മുടെ വിനയത്തിലെ ദൈവത്തിന് ഇടപെടാനാവൂ. സംശയത്തിന്റെ നിമിഷങ്ങളിൽ നാം മുറിവേൽക്കാവുന്ന അവസ്ഥകളിൽ ചെന്നുപെടാറുണ്ട്. ഇതിനുദാഹരണമാണ് പഴയ നിയമത്തിലെ യാക്കോബ്. ആരുടെയും സഹായം ആവശ്യമില്ലാത്ത സ്വയം വളർന്ന മനുഷ്യൻ. യാക്കോബിന് കരുണ എന്താണെന്നറിയില്ലായിരുന്നു. അവൻ തന്നെയായിരുന്നു അത്. ഞാനിതാ കൽപ്പിക്കുന്നു. അവൻ കരുതി അവന് കരുണ വേണ്ടെന്ന്. എങ്കിലും അവനെ എളിമപ്പെടുത്തുന്ന നിമിഷം വന്നു. അവൻ തൻ്റെ സഹോദരനെ വഞ്ചിച്ചിരുന്നു. അവനോട് അനുരഞ്ജനപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സഹോദരൻ അവനോട് എങ്ങനെ പെരുമാറുമെന്ന് ഉത്കണ്ഠപ്പെട്ടിരുന്നു. ആ നിമിഷത്തിൽ ഒരു അജ്ഞാത എതിരാളി പ്രത്യക്ഷപ്പെട്ട് രാത്രി മുഴുവൻ അവനോട് മല്ലിട്ടു. ആ എതിരാളി ദൈവമായിരുന്നു. യാക്കോബിനെ ജീവിതകാലം മുഴുവൻ തളർന്നവനാക്കി. അതുമാത്രമല്ല, അവൻ മാറിയവനായിട്ടാണ് പുറത്തു വരുന്നത്. സാഹചര്യങ്ങളുടെ നിയതാവ് അവനല്ലാതാകുന്നു. അവൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. ഇനി മുതൽ തന്ത്രശാലിയും കണക്കുകൂട്ടലുമുള്ള മനുഷ്യനല്ല അവൻ. ദൈവം അവൻ്റെ സത്യത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവൻ ഭയന്ന് വിറയ്ക്കുന്ന മനുഷ്യനായി മാറുന്നു. Dio lo riporta alla sua verità di mortale che trema e ha paura. Gli cambia il nome, gli cambia la vita, gli cambia l'atteggiamento. അവൻ പേര് മാറ്റുന്നു, ജീവിതം മാറ്റുന്നു, മനോഭാവം മാറ്റുന്നു. യാക്കോബ് എതിരാളിയുമായി മല്ലിടുന്നത് പ്രാർത്ഥനയുടെ രൂപമാണെന്ന് പാപ്പ വിവരിച്ചു. In quella stessa notte ആ രാത്രിയിൽ അജ്ഞാതമായതിനോട് എതിരിടുമ്പോൾ നാം വെറും പാവം മനുഷ്യനാണെന്ന് തിരിച്ചറിയുകയാണ്. ദുരിതമനുഭവിക്കുന്നവരെയാണെന്ന് ഞാൻ പറയും. ഞാൻ ശോച്യാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ ഭയമില്ല. ആ നിമിഷം ദൈവം നമുക്കൊരു പുതിയ പേര് തരുകയാണ്. നമ്മുടെ ജീവിതത്തിന് അർത്ഥവും തരുന്നു. Ma proprio allora, nel momento che io mi sento un poveraccio, non dovremmo temere, perché in quel momento Dio ci darà un nome nuovo. ഒരാൾ എളുപ്പം മുറിവേൽക്കാനാകുമ്പോൾ അവൻ്റെ പ്രാർത്ഥന യഥാർത്ഥമായിരിക്കുമെന്ന് ഫ്രാൻസിസ് പാപ്പ ഈ ഉദാഹരണത്തിലൂടെ വിവരിക്കുകയായിരുന്നു. അഹങ്കാരിയായ മനുഷ്യനിലേക്ക് ഇടപെടാൻ ദൈവത്തിന് ഇടമുണ്ടാവില്ല. ഇതുവരെയില്ലാത്ത പുതിയൊരു ഫണ്ട് ലോകത്തിൽ നിലവിൽ വന്നു. യേശുവെന്ന ദിവ്യ തൊഴിലാളിയുടെ ഫണ്ട്, ജീസസ് ദ ഡിവൈൻ വർക്കർ ഫണ്ട്. മഹാമാരി മൂലം ലോകമെങ്ങും തൊഴിൽ രഹിതരായവർക്ക് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ സമാരംഭിച്ചതാണ് ഡിവൈൻ വർക്കർ ഫണ്ട്. മഹാമാരി സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും ഏറ്റവും കടുത്ത ദുരിതമനുഭവിക്കുന്നവർക്കും വേണ്ടി ഫണ്ടിന് രൂപം നൽകി. ജീസസ് ദി ഡിവൈൻ വർക്കർ ഫണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ആദ്യ സംഭാവനയായി കാരിത്താസ് റോമിന് $1 ദശലക്ഷം നൽകി. ആരോഗ്യ അടിയന്തരാവസ്ഥ ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഉത്കണ്ഠകളിൽ ഒന്നിനെ പാപ്പ അഭിമുഖീകരിച്ചത് ഇങ്ങനെയാണ്. ഈ ദിവസങ്ങളിൽ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അവരെ വീണ്ടും ജോലിക്കെടുത്തിട്ടില്ല. കാരണം അവരൊന്നും അംഗീകൃത തൊഴിലാളികളല്ല. തൊഴിലില്ലാതായ ഈ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സനാതന നഗരത്തിന്റെ വികാരന് ഫ്രാൻസിസ് പാപ്പ കത്തെഴുതി. ഈ ദുരന്തത്തിന് ശേഷമുള്ള ജീവിതം കരുപിടിപ്പിക്കുന്നതിൽ നായകസ്ഥാനം വഹിക്കാൻ റോമാ ജനത ഈ അവസരം ഉപയോഗിക്കണമെന്ന് പാപ്പ അവരെ ഓർമ്മപ്പെടുത്തി. ഈ ഉദ്യമത്തിന് പ്രഥമ സംഭാവന നൽകാൻ പുരോഹിതന്മാർ മുന്നോട്ട് വരണമെന്നും മഹാമാരിയുടെ സാമ്പത്തിക പ്രത്യാഘാതത്തിലെ കടുത്ത ഇരകളായ താൽക്കാലിക കരാറുകളിലുള്ള തൊഴിലാളികൾ, വീട്ടുവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ എന്നിവരെ അനുയാത്ര ചെയ്യാനാണ് ഈ ഫണ്ടിലൂടെ റോമാ മെത്രാൻ ശ്രമിക്കുന്നത്. ഒടുവിൽ ഗണ്ടോൾഫോ കൊട്ടാരം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ആദ്യം പ്രവേശനാനുമതി കിട്ടിയത് ഇറ്റലിയിൽ കോവിഡിനെതിരെ യുദ്ധം ചെയ്ത ആരോഗ്യ പ്രവർത്തകർക്കാണ്. അതും സൗജന്യമായി. ഒട്ടേറെ മാർപ്പാപ്പമാരുടെ മുറികളും സ്വകാര്യ ചാപ്പലുകളുമുള്ള അത്ഭുത ലോകമാണീ കൊട്ടാരം.
മഹാമാരിയുടെ കാഠിന്യത്തിൽ നിന്നും ഇറ്റലിയും വത്തിക്കാനും പതിയെ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരികയാണ്. വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയും വത്തിക്കാൻ മ്യൂസിയങ്ങളും തുറന്നു. എന്നാൽ ഗഡോൾഫോ കൊട്ടാരം പിന്നെയും ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 6-നാണ് തുറന്നുകൊടുത്തത്. ഇറ്റാലിയൻ ആശുപത്രികളിൽ മഹാമാരിയെ പ്രതിരോധിച്ച ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും സൗജന്യമായി ഇവിടം സന്ദർശിക്കാൻ ഫ്രാൻസിസ് പാപ്പ അനുമതി നൽകി. വേനൽക്കാലങ്ങളിൽ നിരവധി പാപ്പമാർ താമസിച്ചിട്ടുള്ള പൊന്തിഫിക്കൽ വില്ലകൾ പുതിയ സുരക്ഷാ നിബന്ധനകൾക്കനുസൃതമായി തുറന്നു. ഒരു ടൂറിസ്റ്റിൽ നിന്നും മറ്റൊരാളിലേക്ക് ഓഡിയോ ഗൈഡുകൾ കൈമാറാൻ പാടില്ല. അതുപോലെ സഞ്ചാര സംഘങ്ങളുടെ എണ്ണവും നിയന്ത്രിച്ചു. പരമാവധി 10 പേരെ ഒരു സംഘത്തിലുണ്ടാകാവൂ. 2015-ലാണ് ഈ കൊട്ടാരം പൊതുജനങ്ങൾക്കായി തുറക്കാൻ ഫ്രാൻസിസ് പാപ്പ തീരുമാനിച്ചത്. പിയൂസ് 12-ാമൻ പാപ്പായും പോൾ 6-ാമൻ പാപ്പായും മൃതിയടഞ്ഞ മുറികൾ ഇതിനകത്ത് സന്ദർശകർക്ക് കാണാം. അതുപോലെ ബെനഡിക്ട് 16-ാമൻ പാപ്പായും ഫ്രാൻസിസ് പാപ്പായും ആദ്യമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ട പ്രൈവറ്റ് ചാപ്പലും ഇതിനുള്ളിലുണ്ട്. ഇപ്പോൾ ഇറ്റലിക്കാർ മാത്രമേ സന്ദർശനത്തിനെത്തുന്നുള്ളൂ. മഹാമാരിക്ക് ശേഷം വിമാന സർവീസ് പുനഃസ്ഥാപിച്ചാലേ വിദേശികൾ എത്തിത്തുടങ്ങൂ. വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ വിൻസേഷ്യൻ കുടുംബം മഹാമാരിക്കെതിരെ അതിശക്തമായ പോരാട്ടത്തിലാണ്. പെറുവിൽ, ഹോണ്ടുറാസിൽ, കോങ്കോയിൽ, ഫിലാഡൽഫിയയിൽ വിൻസേഷ്യൻ കുടുംബത്തോടൊപ്പം ഒന്ന് നടന്നു നോക്കിയാൽ ആ ശുശ്രൂഷയുടെ വൈവിധ്യമറിയാം. അന്താരാഷ്ട്ര വിൻസേഷ്യൻ കുടുംബം ദരിദ്ര ജനതയ്ക്കായി മഹാമാരിക്ക് മുമ്പ് തന്നെ ആരംഭിച്ച 13 ഭവനങ്ങൾ എന്ന പദ്ധതി നിർവിഘ്നം തുടരുന്നു. 10 രാജ്യങ്ങളിലായി ഭവനരഹിതർക്ക് വീട് വെച്ചു കൊടുക്കുന്നതാണ് ഈ പദ്ധതി. 40 ലക്ഷം ജനങ്ങളെ വിൻസേഷ്യൻ സമൂഹങ്ങൾ അതിൻ്റെ 161 കോൺഗ്രിഗേഷനുകൾ വഴി ലോകമെമ്പാടും സഹായിക്കുന്നുണ്ട്. വിൻസേഷ്യൻ ഫാമിലി ഓഫീസിന്റെ അന്താരാഷ്ട്ര കോർഡിനേറ്റർ ഫാദർ ജോസഫ് അഗസ്റ്റിനോ പറയുന്നു, പെറുവിലെ ലിമയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണ വിതരണവും കുടിവെള്ളവും എത്തിക്കുന്ന പദ്ധതി തുടർന്നു വരുന്നു. ഹോണ്ടുറാസിൽ അപകടാവസ്ഥയിൽ കഴിയുന്ന മുതിർന്നവർക്കും യുവാക്കൾക്കും വേണ്ടി 9 കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കോങ്കോയിൽ കോവിഡ് രോഗികളെ പരിചരിക്കാൻ വേണ്ടി മെഡിക്കൽ സെന്ററുകൾ തുടങ്ങി. റുവാണ്ടയിൽ അഭയാർത്ഥി ക്യാമ്പുകൾ ഒരുക്കി അവിടെ ഭക്ഷണവും യുവജനങ്ങൾക്ക് പഠന സൗകര്യവും ഏർപ്പെടുത്തി. വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് വൈവിധ്യമുള്ള പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ദരിദ്ര ജനതയെ ശുശ്രൂഷിക്കുകയാണ് വിൻസേഷ്യൻ സമൂഹം. വചന പ്രഘോഷണത്തിനൊപ്പം ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതും അനിവാര്യമാണെന്ന് വിശുദ്ധ വിൻസെന്റ് ഡി പോൾ കരുതിയിരുന്നു. ദരിദ്ര ജനതയിലാണ് ദൈവസാന്നിധ്യം അദ്ദേഹം കണ്ടെത്തിയത്. വിൻസേഷ്യൻ സമൂഹത്തിന്റെ 13 ഭവനങ്ങൾ പദ്ധതിക്ക് ഫിലഡൽഫിയ പോലുള്ള സ്ഥലങ്ങളിൽ മഹാമാരി തടസ്സങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും അതിനെ അതിവേഗം മറികടന്ന് ദൗത്യം പൂർത്തീകരിക്കാൻ അംഗങ്ങൾ തീരുമാനിച്ചു. കോവിഡ് കഴിഞ്ഞാലും ഭവനരഹിതർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ഉദ്യമങ്ങൾ തുടരും. കോവിഡിന് മുമ്പ് തന്നെ അത് തുടങ്ങിയിരുന്നു. അതിനിയും തുടർന്നുകൊണ്ടിരിക്കും. വിൻസേഷ്യൻ കുടുംബം അതിന്റെ വിവിധ പദ്ധതികൾ ജനങ്ങളെ അറിയിക്കാനും ഇതിലേക്ക് സംഭാവന നൽകാൻ താല്പര്യമുള്ളവരെ ബന്ധപ്പെടാനുമായി വെബ് പേജ് രൂപീകരിച്ചിട്ടുണ്ട്. farmwin.net എന്നാണ് ഇതിന്റെ പേര്. അന്തോണി ഗോഡി എന്ന മഹാനായ ശില്പി സ്വപ്നം കണ്ട സഗ്രദ ഫാമിലിയ അദ്ദേഹത്തിന്റെ 100-ാം ചരമവാർഷിക ദിനമായ 2026 പൂർത്തീകരിക്കാനാകുമോ എന്ന ശ്രമത്തിലാണ് നിർമ്മാതാക്കൾ. ഒരു വിശുദ്ധനായി ഭൂമിയിലൂടെ നടന്നുപോയ ഗോഡിയുടെ ആകസ്മിക മരണത്തെക്കുറിച്ച്. അന്തോണി ഗോഡി എന്ന അസാധാരണ പ്രതിഭയായ ആർക്കിടെക്റ്റിന്റെ ചരമവാർഷിക ദിനമായിരുന്നു ജൂൺ 10. 1926-ൽ 74-ാം വയസ്സിൽ അപ്രതീക്ഷിതമായി ഒരു റോഡപകടത്തിൽ ബാർസിലോണയിലെ സഗ്രദ ഫാമിലിയ രൂപകൽപ്പന ചെയ്ത ഈ മഹാനായ കലാകാരൻ അന്തരിച്ചു. അന്തോണി ഗോഡിയുടെ വിശുദ്ധീകരണത്തിനുള്ള അസോസിയേഷനിലെ ജോസ് മാനുവൽ അൽമുസാറ പറയുന്നു, ഗ്രാൻഡ് വിയ ഡി ലാസ് കോർട്ടസ് കടക്കുമ്പോൾ എതിരെ ഒരു ട്രാം വന്നു. അതിൻ്റെ ഹോണടി കേട്ട് ഗോഡി പിറകോട്ട് മാറി. പക്ഷേ പെട്ടെന്ന് എതിർവശത്തു നിന്ന് മറ്റൊരു വണ്ടി അദ്ദേഹത്തെ ഇടിച്ചു. ആരോ വഴിയാത്രക്കാരൻ എന്നേ ആദ്യം അവർ കരുതിയുള്ളൂ. ആശുപത്രിയിൽ എത്തിയ ശേഷമേ അത് അന്തോണിയ ഗോഡിയാണെന്ന് തിരിച്ചറിഞ്ഞുള്ളൂ. 3 ദിവസങ്ങൾക്ക് ശേഷം അന്തോണിയ അന്തരിച്ചു. 1920-ലെ സംസ്കാര ചടങ്ങിൻ്റെ ചിത്രങ്ങൾ വളരെ ആകർഷണമാണ്.
ബാർസലോണയിലെ ലാറ ബ്ലയിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ സഗ്രദ ഫാമിലിയിലേക്ക് എത്തി. ആയിരക്കണക്കിന് ആളുകൾ അതിനകം തന്നെ ഒരു വിശുദ്ധനാണെന്ന് കരുതിയിരുന്ന ആർക്കിടെക്റ്റിനൊപ്പം യാത്ര ചെയ്തു. ഗോഡിയുടെ വിശുദ്ധീകരണ നടപടികൾക്ക് വേണ്ടുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ നിസ്സാര പ്രവർത്തികളിൽ പോലും ദൈവത്തെ തിരഞ്ഞുകൊണ്ടിരുന്ന ഒരു ആത്മാന്വേഷിയായിരുന്നു അദ്ദേഹം. ആർക്കിടെക്ചറിലൂടെയാണ് അദ്ദേഹം ദൈവത്തെ തിരഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ രീതിയും മാതാപിതാക്കളോടും അനന്തരവളോടുമുള്ള കരുതലും തൻ്റെ ജോലിയുടെ പ്രധാന ഭാഗമായിരുന്ന തൊഴിലാളികളോടുമുള്ള ശ്രദ്ധയും ഒക്കെ അസാമാന്യമായിരുന്നു. സമഗ്ര ഫാമിലിയ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മോഡലുകളും രേഖകളും അനുസരിച്ച് അതിപ്പോഴും നിർമ്മാണം തുടരുന്നു. ഗോഡിയുടെ 100ാം ചരമവാർഷികമായ 2020 പണി പൂർത്തിയാക്കണമെന്നാണ് നിർമ്മാതാക്കൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ മഹാമാരി പ്രവർത്തനം മന്ദഗതിയിലാക്കിയിരിക്കുകയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളാവാം ചിലപ്പോൾ ലോകത്തെ വമ്പിച്ച മാറ്റങ്ങൾക്ക് നിദാനമാവുക. നല്ല രുചിയുള്ള എളിയ വിഭവങ്ങൾ കൊണ്ടൊരുക്കിയ ഒരു ഭക്ഷണപ്പൊതി ചിലപ്പോൾ നിങ്ങളുടെ ഒരു ദിവസത്തെ മാറ്റിമറിച്ചേക്കാം. അതുണ്ടാക്കുന്ന സ്നേഹത്തിന്റെ കൈകളെക്കുറിച്ച്. മഹാമാരി കുടുംബങ്ങളുടെ ആരോഗ്യം തകർത്തതുപോലെ സമ്പദ്സ്ഥിതിയെയും തരിപ്പണമാക്കി. ആയിരക്കണക്കിന് മനുഷ്യരുടെ വരുമാന സ്രോതസ് നിലച്ചു. ഫുഡ് ബാങ്കുകൾ, ഇടവകകൾ, NGOകൾ തുടങ്ങിയവർ സഹായഹസ്തവുമായി ഇറങ്ങി. അവർക്കായി ഭക്ഷണം വാങ്ങുന്നവരുണ്ട്. ചിലർ അവർക്കായി പാചകം ചെയ്യുന്നു. കാരണം ഒട്ടേറെ പേർക്ക് അടുക്കളകളിൽ എത്താൻ കഴിയുന്നില്ല. ഉദാഹരണത്തിന് തെരുവിൽ ജീവിക്കുന്നവർ. അവർക്കും ചൂടുള്ള ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പാചകം എന്ന ഈ ആശയം ഉരുത്തിരിഞ്ഞത്. ജേർണലിസ്റ്റായ പലാമോ ഗാർഗിസ ഒബ്സറോ ഈ ആശയം അവതരിപ്പിച്ചു. വെബ്സൈറ്റ് രചയിതാവായ സൂസന്ന പെറസ് ഇതിനു വേണ്ട പാചകക്കുറിപ്പുകൾ തയ്യാറാക്കി. ആവശ്യക്കാരായ അയൽക്കാർക്ക് വേണ്ടി ഭക്ഷണമൊരുക്കി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഇത് ലക്ഷ്യമിട്ടത്. പലോമോ ഗാർസിയ പറയുന്നു, കൊച്ചു കൊച്ചിടങ്ങളിൽ മനുഷ്യർ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ടാണ് ലോകം മാറുന്നത്. അങ്ങനെയുള്ള ഒരു ചെറു കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പാചകം എന്ന് ഞങ്ങൾ കരുതുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് ലോകം മാറില്ലായിരിക്കാം, എന്നാൽ അത് ആരുടെയെങ്കിലും വിശപ്പകറ്റും. ഒരു പ്ലേറ്റ് ചൂട് ഭക്ഷണം, അല്ലെങ്കിൽ സാൻഡ്വിച്ച്, അല്ലെങ്കിൽ സാലഡ് തീർച്ചയായും ആ വ്യക്തിയുടെ അന്നത്തെ ദിവസം മാറ്റും. സൂസന്ന പെറസ് വിവരിച്ചു. 4 കാര്യങ്ങളാണ് ഞങ്ങൾ പാചകവിധിയിൽ ശ്രദ്ധിച്ചത്. 1 ചെലവ് കുറഞ്ഞത്, 2 വേണ്ടത്ര പോഷകമൂല്യമുള്ളത്, 3 എളുപ്പം കൊണ്ടെത്തിക്കാവുന്നത്, 4 വലിയ അളവിൽ ഉണ്ടാക്കാവുന്നത്, ആവശ്യമെങ്കിൽ വീണ്ടും ചൂടാക്കാനാവുന്നതും. ലളിതമായ 20 സ്പാനിഷ് പാചകക്കൂട്ടുകളാണ് അവർ തിരഞ്ഞെടുത്തത്. പച്ചക്കറികൾ, പയർ സൂപ്പ്, മുട്ട തുടങ്ങിയ വിഭവങ്ങൾ. അടിയന്തര ഭക്ഷണം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന തരത്തിൽ എന്തൊക്കെ ലഭ്യമായോ അതൊക്കെ ഉപയോഗിച്ച് ക്രിയാത്മകമായി ഉണ്ടാക്കിയ ആഹാരങ്ങൾ. ബാക്കി വന്നതൊക്കെ കൊണ്ട് ഗംഭീരമായൊരു ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ക്രിയാത്മകതയാണ് ഇതിലെ പ്രധാനം. അതുപോലെ ഈ സീസണിൽ കിട്ടാവുന്ന ഏറ്റവും എളുപ്പമുള്ളവ ഉപയോഗിച്ചും. ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങോ നിങ്ങളുടെ ഫ്രിഡ്ജിൽ ബാക്കിയുള്ള എന്തെങ്കിലുമോ ഉപയോഗിച്ച് അതീവ രുചിയുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കി കാണുമ്പോൾ അതിശയം തോന്നും. മറ്റുള്ളവർക്ക് വേണ്ടി പാചകം എന്ന പാചകക്കുറിപ്പ് കുക്കിംഗ് ഫോർ അതേഴ്സ് സൗജന്യമായി സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷേ കാരിത്താസിന് എന്തെങ്കിലും സംഭാവന നൽകണമെന്ന് രചയിതാക്കൾ നിർദ്ദേശിക്കുന്നു. മഹാമാരിക്കാലത്തെ ക്രിയാത്മകതയുടെ മറ്റൊരു പ്രകടനമായി ഇത്. അരയിലെ ബ്ലാക്ക് ബെൽറ്റ് മാറ്റി സന്യാസിനിയുടെ ഫ്രാൻസിസ്കൻ ചരട് ബന്ധിക്കുമ്പോൾ എലേനയ്ക്ക് താവു നൽകിയ പ്രത്യാശ എന്തൊക്കെയാണെന്ന് വിവരിക്കുകയാണ് ബെഥനിയിലെ ഫ്രാൻസിസ്കൻ കന്യാസ്ത്രീ. കരാട്ടയിൽ നിന്നും കന്യാസ്ത്രീ മഠത്തിലേക്ക് എത്തിയ എലേനയുടെ കഥ. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരി ബ്ലാക്ക് ബെൽറ്റിന് പകരം ഫ്രാൻസിസ്കൻ സന്യാസ ചരട് ബന്ധിച്ച കഥയാണ് ഇത്. ഇറ്റലിക്ക് അന്താരാഷ്ട്ര കരാട്ടെ മത്സരങ്ങളിൽ ഒട്ടേറെ സമ്മാനങ്ങൾ നേടിക്കൊടുത്ത എലേനോ ടുച്ചിറ്റോ. കരാട്ടയിൽ നിന്നും ജീവിതം സന്യാസത്തിലേക്ക്. ഇപ്പോൾ ബഥനിയിലെ ഫ്രാൻസിസ്കൻ സഭാംഗമാണ് എലേന. അതും ആത്മീയ യാത്രയ്ക്ക് ഉപകരിക്കുന്നുവെന്ന് എലേന കരുതുന്നു. നിങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ എതിരാളിയുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് തന്ത്രം മെനയാനും ശ്രമിക്കും. അതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും. ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്താനും ദൈവത്തെ കൂടുതൽ അറിയാനും അവൻ എങ്ങനെയാണ് നമ്മെ മനസ്സിലാക്കുന്നതെന്ന് ചിന്തിക്കാനും കഴിയും. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എലേന ഫ്രാൻസിസ്കൻ ആത്മീയത പരിചയപ്പെട്ടിരുന്നു.
ഡൗൺ സിൻഡ്രോമുള്ള തന്റെ സഹോദരിയാണ് ആത്മീയ ജീവിതത്തിൽ ശക്തമാകാൻ പ്രോത്സാഹിപ്പിച്ചത്. Lei mi ha sempre stimolato. കൂദാശകളിൽ സംബന്ധിക്കാനുള്ള പ്രേരണ നൽകിയത് സഹോദരിയാണ്. ദിവ്യബലിക്കും ജപമാലയ്ക്കുമൊപ്പം ചേരാൻ അവൾ എപ്പോഴും എന്നെ നിർബന്ധിക്കും. ഞാനും ദൈവവും തമ്മിലുള്ള ഇടനിലക്കാരിയായിരുന്നു അവൾ. കരാട്ടെ മത്സരങ്ങളിൽ നിന്നും ലഭിച്ച അച്ചടക്കം ആത്മീയതയും ഉൾവലിയാനുള്ള ചൈതന്യവും നേടാൻ സഹായകമായി. അത്ലറ്റിക് ശക്തി നിരവധി ജീവിത മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ ഉപകരിച്ചു. ബ്രസീലിലെ മിഷനിൽ ഇത് ഏറെ പ്രയോജനം ചെയ്തു. Una volta è stato un male. ഒരു ദിവസം ചീത്ത ഉദ്ദേശത്തോടെ ഞങ്ങളുടെ വാട്ടർ ടാങ്കിൽ ഒളിച്ചിരുന്ന ഒരു മനുഷ്യനെ പോലീസ് എത്തും മുൻപ് കീഴ്പ്പെടുത്താനായി. ആ നിമിഷത്തിൽ എനിക്ക് ധൈര്യം തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം അയാളുടെ കയ്യിൽ ഒരുപക്ഷെ ആയുധമുണ്ടായിരുന്നിരിക്കാം. അയാളെ നിരായുധനാക്കാൻ എളുപ്പമായിരുന്നു. എന്നേക്കാൾ ചെറുതായിരുന്നു അയാൾ. എനിക്ക് അയാളെ ബലമായി പിടിച്ചു താഴ്ത്തേണ്ടി വന്നു. എങ്കിലും ഞാൻ അയാളെ മുറിപ്പെടുത്തിയില്ല. കഠിനമായ നിമിഷങ്ങളിൽ എലേനയുടെ ബഥനിയിലെ ഫ്രാൻസിസ്കൻ സമൂഹം ഇറ്റാലിയൻ പട്ടണമായ ട്രെല്ലിസിയിൽ ഏറ്റവും ആവശ്യമുള്ളവരെ സഹായിക്കാനായി ഏറെ ശ്രമങ്ങൾ നടത്തി. കഴിഞ്ഞ വർഷം 2000-ലേറെ ഭക്ഷണ പൊതികൾ വഴി 18,540 പേർക്ക് ഭക്ഷണം അവർ വിതരണം ചെയ്തു. 260 കുടുംബങ്ങളെ സഹായിച്ചു. Abbiamo toccato con mano. ആർക്കും ഒറ്റയ്ക്ക് രക്ഷയില്ലെന്നും മനുഷ്യരാശിയെല്ലാം ഒരേ അവസ്ഥയിലാണെന്നും നേരിട്ടുള്ള അനുഭവമായി ഇത് മാറി. എന്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന കുരിശടയാളമായ താവുമാണ് രക്ഷയുടെ അടയാളം. ഐക്യദാർഢ്യം എന്ന മറുമരുന്ന് ഉപയോഗിച്ച് സാഹോദര്യം പുനർനിർമ്മിക്കാനുള്ള ജീവിത ദൗത്യത്തിലാണ് എലേന. മഹാമാരിയുടെ ഭയാനകത മാറി റോമ നഗരത്തിന്റെ വ്യാപാരശാലകൾ പതുക്കെ തുറന്നു തുടങ്ങി. വിനോദസഞ്ചാരികളെ എന്നും ഹഠാതാകർഷിക്കാറുള്ള സ്മാരക വിൽപ്പനശാലകൾ കാത്തിരിക്കുകയാണ്. മഹാമാരിക്ക് ശേഷം റോമ നഗരത്തിലെ വ്യാപാരങ്ങൾ പതുക്കെ പുനഃസ്ഥാപിച്ചു തുടങ്ങി. ചരിത്രമുറങ്ങുന്ന വ്യാപാര തെരുവുകളിലൂടെ ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഓരോ വർഷവും നടന്നു നീങ്ങാറ്. നഗരത്തിന്റെ ഒരു ചെറിയ സ്മാരകമെങ്കിലും വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോകാത്ത ആരുണ്ടാകും? ഓരോ മുക്കിലും മൂലയിലും ഇത്തരം സ്മാരകങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധിയാർജിച്ചത് വത്തിക്കാനരികെ ഏറെ തിരക്കുള്ള തെരുവുകളിലൊന്നായ ബോർഗോ പിയോയിലേതാണ്. അവിടവും സാധാരണ പോലെയായി വരുന്നു. എങ്ങനെയുണ്ടാകുമെന്നറിയാനാണ് കട തുറന്നത്. 5 മുതൽ $13 വരെ മാത്രമാണ് ഒരു ദിവസം ഉണ്ടാക്കാൻ കഴിയുന്നത്. ശരിക്കും ടൂറിസ്റ്റുകളില്ലാത്തത് ആശങ്ക ജനിപ്പിക്കുന്നു. മഹാമാരി മൂലമുണ്ടായ സാമ്പത്തിക കുഴപ്പം റോമായുടെ വിനോദസഞ്ചാര മേഖലയെ കാര്യമായി ബാധിച്ചു കഴിഞ്ഞു. സ്മാരകങ്ങൾ വിൽക്കുന്ന കടകൾ പോലെ മതപരമായ സ്റ്റോറുകളും സ്ഥിതി മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ്. അതേസമയം വ്യക്തികൾ തമ്മിലുള്ള അകലം പാലിക്കാൻ കടകൾ ശ്രദ്ധിക്കുന്നുണ്ട്. സഞ്ചാരികൾ കുറവായതിനാലുള്ള ശാന്തമായ സമയം മറ്റു രീതിയിൽ വിനിയോഗിക്കാനും ചില കടയുടമകൾ ശ്രമിക്കുന്നു. വളരെ കുറച്ചു പേരെ ഉള്ളൂ എന്നതിനാൽ ഞങ്ങൾ സ്റ്റോർ മുഴുവൻ വൃത്തിയാക്കി കട സാനിറ്റൈസ് ചെയ്തു. ജൂൺ അവസാനത്തോടെ ഇറ്റലിക്കാരെങ്കിലും വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സഞ്ചാരികൾ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ അതിർത്തികളും തുറന്നിട്ടില്ലാത്തതിനാൽ ഇപ്പോൾ അവർക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിർത്തികൾ തുറന്നാലും ഒരുപാട് പേരും ഭയം മൂലം വരില്ല. എങ്കിലും ആ വ്യാപാരികൾ പ്രതീക്ഷയിലാണ്. ഇറ്റലി ഈയിടെ യൂറോപ്യൻ യൂണിയനിൽ അതിന്റെ അതിരുകൾ തുറന്നിട്ടു. സ്ഥിതിഗതികൾ പതുക്കെ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് അവർ. അതൊരു പുതിയ സാധാരണയായിരിക്കും. വത്തിക്കാൻ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.